ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്ന് കിച്ചണിലേക്ക് വന്നപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഞാൻ വർക്ക് കഴിഞ്ഞ് അടുത്തതും മീൻ ഒന്നില്ലെങ്കിൽ ക്ലീൻ ചെയ്യേണ്ടി വരും. കാരണം ചില ടൈമിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ക്ലീൻ ചെയ്യാതെ ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോൾ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ കിട്ടാത്ത ദിവസങ്ങളിൽ നമ്മളത് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് മീനാണ് ഈ കാണുന്നത്. ഞങ്ങളിതിനെ മാന്തൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു ടൈപ്പ് മീൻ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പം ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല പണിയാണ്. അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇത് ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റാരുമല്ല, ജോസേട്ടൻ തന്നെയാണ്. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഇതിനെ കഴുകി വൃത്തിയാക്കി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. മാന്തൽ തിളപ്പിക്കുന്നതാണ് വളരെയധികം ടേസ്റ്റ്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 ചെറിയ മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു പച്ചമുളക്, ചെറിയ പീസ് ഇഞ്ചി, 2 വെളുത്തുള്ളി, കുറച്ച് വേപ്പില, ഇത്രയും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, വേപ്പില ആഡ് ചെയ്യാം. നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ഉള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചതച്ച മുളകാണ് യൂസ് ചെയ്യുന്നത്, കുറച്ചുകൂടി ആഡ് ചെയ്യാം. ചതച്ച മുളകാണ് യൂസ് ചെയ്യുന്നത്, കാരണം അത് ചെയ്യുമ്പോൾ നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഒന്ന് വഴറ്റി കൊടുക്കാം. കളർ കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് കുറച്ച് കാശ്മീരി കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മീൻ എടുത്തിടാം. അങ്ങനെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെല്ലാ മീനും ഇട്ട് കഴിഞ്ഞു. നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാന്തൽ തിളപ്പിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.